ഖദീജ റളിയല്ലാഹു തആല അൻഹ ജീവിച്ചിരിക്കെ വഫാത്താകുകയാണ്. എന്തിനേറെ പറയുന്നവന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിച്ചതിന്റെ പേരിൽ സ്വന്തം നാട്ടുകാരും വീട്ടുകാരും അല്ലാഹുവിന്റെ റസൂലിനെ ഇറക്കി വിടുകയാണ്. സ്വന്തം നാട് പോലും ഉപേക്ഷിച്ചിട്ട് മറ്റൊരു നാട്ടിലേക്ക് നിരന്തരം ഹിജ്റ ചെയ്യേണ്ടി വന്നില്ല സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹുവിന് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് അല്ലാഹുവിന് സ്നേഹമില്ലാത്തതിന്റെ പേരിലാണോ? അല്ല. അല്ലാഹുവിന് ഇഷ്ടമുള്ളത് അല്ലാഹു പരീക്ഷിക്കും. പക്ഷേ ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ, ഒരു മുസൽമാൻ എന്ന നിലയിൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിൽ അടിപതറാതെ ഇച്ഛാശക്തിയോടുകൂടി ജീവിതത്തെ ഇതെല്ലാം പടച്ചറപ്പിന്റെ വിധിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവന്റെ ജീവിതത്തെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. അതാണ് ഒരു സത്യവിശ്വാസിയുടെ അടയാളമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രത്തോളം ഇതിനെ കഷ്ടപ്പെട്ടു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബമൊത്ത് കഴിയുകയാണ്. രണ്ട് മാസക്കാലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബവുമായി കഴിയുകയാണ്. എപ്രകാരമാണെന്നറിയുമോ സഹോദരങ്ങളെ? ലാ യുഖദു ഫീ ബുയൂതിഹിം ശൈഉൻ മിനന്നാർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ അടുപ്പ് പുകഞ്ഞില്ലാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലെ അടുക്കളയിൽ 2 മാസക്കാലത്തോളം അടുപ്പ് പുകച്ചിട്ടില്ലായിരുന്നു, അടുപ്പ് കത്തിയിട്ടില്ലായിരുന്നു. എത്രത്തോളം റൊട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലെ അടുപ്പ് 2 മാസക്കാലത്തോളം കത്തിയിട്ടില്ലായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ കത്തിയിട്ടില്ലായിരുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് സഹാബത്ത് ചോദിക്കുന്നു, ബിഅയ്യി ശൈഇൻ കാനൂ യഈശൂന യാ അബാ ഹുറൈറ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ഭക്ഷിച്ചിരുന്നതെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, അൽ അസ്വദാനി അത്തംറു വൽ മാ. അസ്വദാൻ എന്ന് പറയുന്ന കാലക്കയും പച്ചവെള്ളവുമാണ് നിരങ്ങൾ കുടിച്ച് നിരങ്ങളും കുടുംബവും കഴിച്ച് കഴിഞ്ഞതെന്ന് സഹാബത്തിനോട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും എത്തരത്തിലുള്ള ജീവിതമാണ് നയിച്ചത്, എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ഇവർ നേരിട്ടത്. ശഅബി തോളിൽ 3 വർഷ കാലത്തോളം ഉപരോധത്തിൽ ഏർപ്പെട്ടിട്ട് പച്ചില മാത്രം ഇവർ വസിച്ചു കഴിഞ്ഞില്ലേ? എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നത്. പക്ഷേ പതറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതറിയില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തൊക്കെ പരീക്ഷണങ്ങൾ വന്നാലും അതിലൊന്നും നമ്മൾ പ്രതീക്ഷ കൈവിടാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനതി ബിനഫ്സിഹി വമാലിഹി വവലദിഹി ഹത്താ യഖല്ലാഹു തആല വമാ അലൈഹി ഖഫീആ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു, നമ്മളുടെ സമ്പത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോ, നമ്മുടെ മക്കൾ നഷ്ടപ്പെടുമ്പോ, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുമ്പോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും, നമുക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നാലും റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിനൊക്കെ പകരം നമ്മുടെ ഓരോ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. നമ്മുടെ
ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു ഇതിനായിട്ട് പരീക്ഷിക്കുന്നത് എന്റെ പ്രിയമുള്ളവരുടെ പാപങ്ങൾ തോന്നിക്കാനാണ്. നമ്മുടെ ഓരോ പാപങ്ങളും അള്ളാഹു നമ്മളെ പരീക്ഷിക്കുമ്പോൾ അതിലൂടെ പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഇതിന് കൂടിയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ പ്രിയമുള്ള സഹോദരങ്ങൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകും. മഹത്തുക്കളായ അമ്പിയാക്കൾ, മഹത്തുക്കളായ പ്രവാചകന്മാർ, അവർക്ക് പോലും പരീക്ഷണങ്ങൾ ഉണ്ടായില്ലേ? പിന്നെന്തോട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. പക്ഷേ അതിലൊന്നും അടിപതറാതെ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ കാലഘട്ടം നമുക്കറിയാം, നാനാഭാഗത്തു നിന്നും പരിശുദ്ധമായ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നശിപ്പിക്കാൻ അസാധാരണ പരിശ്രമങ്ങൾ ഇസ്ലാമിന്റെ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഈമാനിനെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിലുള്ള വിധിപ്രഖ്യാപനങ്ങൾ നടത്താനുള്ള അസാധാരണ പരിശ്രമങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ നടത്തുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഭയപ്പെടാൻ പാടില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല, നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. നിങ്ങളുടെ മേൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും. പലരും നിങ്ങളെ കളിയാക്കും, പലരും നിങ്ങളെ ആക്ഷേപിക്കും. നിങ്ങൾ തീവ്രവാദികളാണെന്നും ഭീകരവാദികളാണെന്നും പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. എല്ലാം പരസ്പരത്തിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. വിശ്വസിക്കുന്നവരല്ല മുസ്ലിമീങ്ങളെ. അതുപോലെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതെല്ലാം പരസ്പരത്തിന്റെ ഭാഗത്ത് നിന്നും വരുന്നതാണ്. ഇതെല്ലാം പരസ്പരത്തിന്റെ തീരുമാനങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് വിശ്വാസിയുടെ ഹൃദയാന്തരങ്ങളിൽ ഈമാനിനെ ഉറപ്പിക്കാൻ ആരാണോ തയ്യാറ്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഏറ്റവും ഉന്നതൻ നിങ്ങൾ തന്നെയാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏറ്റവും ഉന്നതൻ നിങ്ങൾ തന്നെയാണ്. ആരൊക്കെ പേടിച്ചാലും പരീക്ഷണങ്ങളുണ്ടാകും. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നോക്കുന്നതാണ്. ഇതിലെല്ലാം ക്ഷമിച്ചുകൊണ്ട് അല്ലാഹുവിനെ ആര് വരവേൽപ്പിക്കുന്നു എന്ന് അല്ലാഹു നോക്കുകയാണ്. അല്ലാഹു പറഞ്ഞില്ലേ, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്ത്. ഇതിലൊക്കെ പലതരത്തിൽ പരീക്ഷിക്കും. സമ്പത്തിനെ പരീക്ഷിക്കും, മക്കളെ പരീക്ഷിക്കും, ഭക്ഷണങ്ങളെ പരീക്ഷിക്കും, പേടികൾ അല്ലാഹു പരീക്ഷിക്കും. പക്ഷേ ഒരു സത്യവിശ്വാസിയുടെ അടയാളമാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നബിയെ അറിയിക്കണം, ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു.